ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 18-ാം വാരം ശനിയാഴ്ച. സുവിശേഷ ഭാഗത്തിലൂടെ ധ്യാന ചിന്തയായി മാറുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അരുളി ചെയ്യുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വീണ്ടും ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. സ്നേഹമുള്ളവരെ, അഴുകിയാലേ അഴകുണ്ടാവുകയുള്ളൂ. ഇത് ക്രിസ്തുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ്? അഴുകിയാലേ അഴകുണ്ടാവുകയുള്ളൂ. നിന്റെ ആ അഴകിനെ ദൈവം വിളിക്കുന്ന പേര്, അതാണ് ക്രിസ്തു ശുശ്രൂഷകൻ എന്നുള്ളത്. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നുള്ളത്. ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് മണ്ണിനോട് അഴുകി വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൽ അലിഞ്ഞ് ക്രിസ്തുവിൽ അഴുകി ഫലം പുറപ്പെടുവിക്കുന്നവനായിട്ട് മാറണം. ഇന്ന് ഈ സുവിശേഷം നിന്നോടും എന്നോടും ചോദിക്കുന്നു, നീ ക്രിസ്തു അനുയായിയോ ക്രിസ്തു വിരോധിയോ? പ്രിയമുള്ളവരെ, അഴുകുന്ന അഴകിന്റെ നന്മ നമുക്ക് പങ്കുവയ്ക്കുന്ന ഒരു കൂദാശയാണ് പരിശുദ്ധ കുർബാന എന്ന കൂദാശ. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവനെന്ന് പറഞ്ഞ് ശുശ്രൂഷകരിൽ ശുശ്രൂഷകനായിട്ട് മാറിയ ക്രിസ്തു സ്ഥാപിച്ച കൂദാശ. ഇന്ന് നീ ഒരു ക്രിസ്തു അനുയായിയോ ക്രിസ്തു വിരോധിയോ എന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ക്രിസ്തു അനുയായിയും ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവൻ ക്രിസ്തു വിരോധിയുമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നീ ഒരു ക്രിസ്തു അനുയായിയോ അതോ ക്രിസ്തു വിരോധിയോ എന്ന് നിന്റെ ദിവ്യബലി അർപ്പണം, പരിശുദ്ധ കുർബാന അർപ്പണം വഴി നിനക്ക് മനസ്സിലാക്കാം. അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന ഓരോ പുരോഹിതന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാല് ഞാൻ പറയും, പരിശുദ്ധ കുർബാന എന്ന കൂദാശയെ ഒരു പ്രാർത്ഥന അവസരം മാത്രമായി കരുതുന്ന ഓരോ വ്യക്തികളുടെയും സാന്നിധ്യമാണ്. പരിശുദ്ധ കുർബാന കൂടാനുള്ള ഒരു കൂദാശയല്ല, പരിശുദ്ധ കുർബാന പങ്കുചേരാനുള്ള ഒരു കൂദാശയാണ്. കുമ്പസാര ഒരുക്കമില്ലാതെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഇത് വെറും ഒരു പ്രാർത്ഥന മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നു. പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ സ്വീകരണത്തിലുള്ള നമ്മളുടെ പങ്കാളിത്തമാണ് കൂദാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് കുമ്പസാരിച്ചൊരുങ്ങിയ വിശുദ്ധിയോടെ പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ അഴുകുന്ന ഗോതമ്പ് മണി പോലെ പിന്നീട് ഫലം നൽകുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അതാണ് നമ്മളുടെ ശുശ്രൂഷ ജീവിതം എന്നുള്ളത്. സ്വീകരിച്ച ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് അതേ ക്രിസ്തുവിനെ ജീവിക്കുന്നവരായിട്ട് മാറുക, ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുക, നല്ല ശുശ്രൂഷകരായിട്ട് മാറുക. അൽത്താരയിൽ മുറിക്കപ്പെടുന്ന അപ്പം തിരുശരീരമായും കാസയിൽ വാഴ്ത്തപ്പെടുന്ന വീഞ്ഞ് തിരുരക്തമായും രൂപാന്തരം പ്രാപിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം. ശിഷ്യന്മാരോടൊപ്പമുള്ള അന്ത്യത്താഴത്തിൽ ഈശോ അരുളി ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഈ ക്രിസ്തു മൊഴികൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു അനുയായികളായിട്ട് ക്രിസ്ത്യാനികളായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, കുമ്പസാരിച്ചൊരുങ്ങിയ വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനും ക്രിസ്തുവിനെ ദിവ്യകാരുണ്യമായി സ്വീകരിച്ച് ദൈവത്തിനായി നമ്മളുടെ വിശ്വാസവും പ്രാർത്ഥനയും ദൈവിക നന്മകളും വഴിയായി ജീവിത ഫലം പുറപ്പെടുവിക്കുവാനും നല്ല ശുശ്രൂഷകരായിട്ട് തീരുവാനും നമുക്ക് സാധിക്കണം. അതിനായി ഇന്നത്തെ സുവിശേഷ ആത്മീയതയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.